മോദി ഷാ യുഗത്തിന് അന്ത്യമാവുകയാണോ? 2029 വരെ മോദിക്ക് പിടിച്ചു നിൽക്കാനാവുമോ? BJPയിലെ RSSലെ ഗുജറാത്ത് ലോബി എന്ന് വിശേഷിക്കപ്പെടുന്ന മോദിയും അമിത്ഷായും ഇക്കാലം അത്രയും നേരിട്ടിട്ടില്ലാത്ത കടുത്ത പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത്. പാർലമെന്റിൽ കാണാത്ത അമിത്ഷാ, മൗനം പാലിക്കുന്ന പ്രധാനമന്ത്രി മോദി, ഇരുവരും മൗനത്തിലായിരുന്നു. ഇന്ത്യൻ പാർലമെന്റിലെ ഒരു മൺസൂൺ സമ്മേളനം കൂടി കഴിഞ്ഞ ദിവസം അവസാനിച്ചു. എന്നാൽ ഈ സമ്മേളനത്തിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. മുൻകാലങ്ങളിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായിരുന്നു ഇത്. ജെൻസിയും നാളത്തെ വോട്ടർമാരായ ജെൻ ആൽഫയും വരെ ചോദ്യം ചെയ്യാൻ അവകാശങ്ങൾക്ക് വേണ്ടി നിരത്തിലിറങ്ങുമ്പോൾ മുൻപ് പ്രയോഗിച്ചിരുന്ന ഒരു തന്ത്രങ്ങളും അവരുടെ മുന്നിൽ വിലപ്പോവില്ലെന്ന് മനസ്സിലാക്കിയ നേതൃത്വം ഒന്ന് പരിശോധിച്ചാൽ ചരിത്രത്തിൽ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ചില സാഹചര്യങ്ങളിലൂടെയാണ് സഭ കടന്നുപോയതെന്ന് കാണാം. ഈ സമ്മേളനത്തിലുടനീളം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രസംഗങ്ങളിൽ നിന്നും പ്രധാന ചർച്ചകളിൽ നിന്നും പൂർണ്ണമായും വിട്ടുനിന്നു. സമ്പൂർണമായ മൗനം. ഭരണകക്ഷിയുടെ ഈ മൗനത്തെ അതിതീവ്രമായ രാഷ്ട്രീയ പ്രതിസന്ധിയുടെ ലക്ഷണമായാണ് പ്രതിപക്ഷം കാണുന്നത്. ഒടുവിൽ അമിത്ഷാ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അപ്പോഴും ഇക്കാലം അത്രയും അഹങ്കാരത്തോടെ, ഗർവോടെ, ധാർഷ്ട്യത്തോടെ സംസാരിച്ചിരുന്ന ഷായല്ല, മറിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിലിരുന്ന് അവരുടെ ചോദ്യങ്ങൾ നേരിടുകയും സംയമനത്തോടെ സംസാരിക്കുകയും ചെയ്യുന്ന ഷാ. അങ്ങനെ ഒരു നേതാവിനെ ഈ 12 വർഷക്കാലം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. ചവിട്ടി നിന്ന മണ്ണ് പോലും ഒലിച്ചു പോവുകയാണെന്ന് മനസ്സിലാകുമ്പോൾ കാണിക്കുന്നതാണ് ഈ സംയമനം. പ്രധാനമന്ത്രിയും അമിത്ഷായും ഉൾപ്പെടെ മൗനം പാലിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ സമീപകാല പ്രസ്താവനകൾ രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയാവുകയും ചെയ്തു. മോദിയും ഷായും പുറത്തു പോവുകയോ അല്ലെങ്കിൽ രാജിവെക്കുകയോ ചെയ്യുന്നത് വരെ രണ്ടുപേരും ഉറങ്ങില്ല. ഞങ്ങൾ അവരെ ഉറങ്ങാൻ വിടില്ല. അവസാനം തങ്ങൾക്ക് പറ്റിയ പണിയല്ല ഇതെന്ന് പറഞ്ഞ് അവർ പോവും എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. പ്രധാനമന്ത്രിയുടെ ഓഫീസിനുള്ളിൽ നിന്നും ഭരണ നേതൃത്വത്തിന്റെ ഉള്ളറകളിൽ നിന്നും തങ്ങൾക്ക് കൃത്യമായ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടെന്നാണ് രാഹുൽ അവകാശപ്പെടുന്നത്. ഗവൺമെന്റിനുള്ളിലെ ഉദ്യോഗസ്ഥ വൃന്ദത്തിൽ അതൃപ്തി പുകയുകയാണെന്നും അദ്ദേഹം ആരോപിക്കുന്നു. ഒന്ന് നോക്കിയാൽ ഇക്കഴിഞ്ഞ 12 വർഷത്തിൽ ഇതുപോലൊരു പ്രതിസന്ധി BJP സർക്കാർ നേരിട്ടിട്ടില്ല. സമൂഹത്തിന്റെ പല കോണുകളിൽ നിന്ന് പല വിധത്തിൽ ഉയരുന്ന പ്രതിഷേധ ശബ്ദങ്ങൾ, അത് എത്ര തച്ചുടയ്ക്കാനും ഭീഷണിപ്പെടുത്തി ഇല്ലാതാക്കാനും നോക്കിയിട്ടും ഒന്നും അങ്ങോട്ട് ഫലം കാണുന്നില്ല. സ്വന്തം വോട്ടർമാർ പോലും BJP സർക്കാരിനെതിരെ തെരുവിലിറങ്ങുന്ന കാഴ്ച. അവർ പോലും തിരിയുമ്പോൾ രാജ്യത്തിന്റെ വോട്ടർമാരിൽ പ്രധാനികളായ ജെൻസിയും ജെൻ ആൽഫയും പ്രതിഷേധിക്കുമ്പോൾ നിൽക്കാൻ ഒരു നിലയില്ലാതെ ഓടി ഒളിക്കുകയാണ് മോദിയും ഷായും. സംഘപരിവാറുകാർ പറയുന്ന ഹൈന്ദവ ധർമ്മമോ അല്ലെങ്കിൽ ജെൻഡർ പൊളിറ്റിക്സോ മറ്റു വിഷയങ്ങളോ ഒന്നും ബാധിക്കാത്ത ഒരു തലമുറയിൽ നിന്ന് ഉയർന്നു വരുന്ന പ്രതിഷേധങ്ങൾ, അത് കണ്ടാൽ BJP ഭരണകൂടത്തിന് വിറയ്ക്കും, അല്ലാതെ പറ്റില്ല. പല പ്രശ്നങ്ങളും പ്രതിഷേധങ്ങളും BJPക്കെതിരെയും ഭരണത്തിനെതിരെയും ഉയരുന്നുണ്ടെങ്കിലും സർക്കാരിനെ അല്ലെങ്കിൽ BJPയെ ഏറ്റവും വെട്ടിലാക്കിയത് പ്രധാനമായും 3 കാര്യങ്ങളാണ്. ഒന്നാമതായി, യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും തൊഴിൽ വിദ്യാഭ്യാസ മേഖലകളിലെ പ്രക്ഷോഭങ്ങൾ. ജന്തർ മന്ദിറിലടക്കം ഉയർന്നു വന്ന പ്രതിഷേധങ്ങളെ നേരിട്ട രീതിക്കെതിരെ വൻ അമർഷമാണ് യുവജന വിഭാഗങ്ങൾക്കിടയിലുള്ളത്. വരും തലമുറയുടെ ഭാവി അപകടത്തിലാക്കുന്ന നയങ്ങൾക്കെതിരെ ജെൻസി തലമുറ മുന്നോട്ട് വന്നുകൊണ്ടേയിരിക്കുന്നു. UPയിലും ബീഹാറിലും മധ്യപ്രദേശിലും ഉൾപ്പെടെ സ്കൂൾ വിദ്യാർത്ഥികൾ നടത്തിയ പ്രതിഷേധങ്ങൾ, അത് ഏത് വിഭാഗമാണെന്ന് അറിയാമോ? ജെൻ ആൽഫ. ജെൻസിക്ക് പുറമെ ജെൻ ആൽഫയും ചോദ്യം ചെയ്യാൻ യാതൊരു മടിയുമില്ലാതെ ഇറങ്ങുമ്പോൾ അവർക്ക് മുന്നിൽ BJPക്കും RSSനും സർക്കാരിനും മുട്ടുകറയ്ക്കുന്നുണ്ട്. കാരണം അടുത്ത തിരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യാൻ പാകപ്പെടുന്നവരാണ് ഈ ജെൻ ആൽഫയും. 2029 തിരഞ്ഞെടുപ്പ് വരുമ്പോൾ വോട്ട് ചെയ്യാൻ അവരും പ്രാപ്തരാകും. 150 കോടി ജനങ്ങളാണ് രാജ്യത്തെന്ന് വെച്ചാൽ അതിൽ 50 കോടിയോളം ജെൻസിയും 20 കോടിയുടെ അടുത്ത് ജെൻ ആൽഫയും അടുത്ത തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യേണ്ടവരാണ്. അപ്പോൾ അവിടെ നിന്ന് ഒരു എതിർ ശബ്ദം കേട്ടാലോ? കാര്യങ്ങൾ അത്ര എളുപ്പമല്ല എന്ന് BJPക്കും RSSനും നന്നായി അറിയാം. രണ്ടാമതായി, സാമ്പത്തിക ഇന്ധന മേഖലയിലെ തർക്കങ്ങൾ. പെട്രോളിലെ എഥനോൾ മിശ്രിതവുമായി ബന്ധപ്പെട്ട് ഇടത്തരക്കാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും വാഹനങ്ങൾക്കുണ്ടാകുന്ന കേടുപാടുകളും നഗരപ്രദേശങ്ങളിലെ വോട്ടർമാർക്കിടയിൽ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ചെറിയ അതൃപ്തിയായി കണക്കാക്കാനാവില്ല. കാരണം തെരുവിലിറങ്ങുന്നത് ആരാണെന്നറിയാമോ? BJPക്ക് വേണ്ടി വോട്ട് ചെയ്ത, അവരെ അധികാരത്തിലേറ്റിയ മധ്യവർഗം, BJPയുടെ അടിത്തറ. അവിടെയാണ് ഇളക്കം തട്ടിയിരിക്കുന്നത്. അത് BJPയുടെ ആണിക്കല്ല് വരെ ഇളക്കാൻ പോകുന്ന ശക്തിയാണ്. അതും ഈ നേതാക്കൾക്കെല്ലാം അറിയാം, നന്നായി അറിയാം. മൂന്നാമതായി, അയോധ്യ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമക്കേട് ആരോപണങ്ങൾ. പരമ്പരാഗത വോട്ട് ബാങ്കുകളിൽ പോലും ചോദ്യങ്ങൾ ഉയർത്താൻ ഈ വിഷയം ഇടയാക്കി. UPയിലെ ബ്രാഹ്മണർ ഉൾപ്പെടെ BJPക്ക് വോട്ട് ചെയ്തിരുന്ന സവർണർ, അവരുടെ വോട്ട് പലയിടത്തും മറിയുന്ന കാഴ്ചയാണ് കഴിഞ്ഞിടയില്ല കണ്ടത്. അതിന്റെ ഫലമാണ് മധ്യപ്രദേശിലും ബീഹാറിലും എല്ലാം കണ്ടതും. 30% വോട്ടുകൾ BJPയിൽ നിന്ന് വിട്ടുപോയി. വലിയ കൊള്ള നടന്നിട്ടും ഗുജറാത്ത് ലോബി, മോദിയും ഷായും അതിലൊന്നും മിണ്ടാത്തത് ഹിന്ദു വോട്ടർമാരിൽ ചെറിയ അതൃപ്തിയല്ല ഉണ്ടാക്കിയിരിക്കുന്നത്.
ഈ 3 നിർണായക വിഷയങ്ങളിലും സർക്കാരിന്റെ ഭാഗത്തു നിന്നും വ്യക്തമായ പ്രതികരണങ്ങൾ ഉണ്ടാകാതിരുന്നത് പ്രതിപക്ഷത്തിന് ആയുധമായി മാറുകയും ചെയ്തു. ഭരണകൂടത്തിന്റെ പ്രധാന താങ്ങുകളായിരുന്ന യുവാക്കൾ, ഇടത്തരക്കാർ, പരമ്പരാഗത വോട്ടർമാർ എന്നീ 3 വിഭാഗങ്ങളിലും ഒരുപോലെ വിശ്വാസ്യത കുറയുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. മുൻപ് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ മൗനത്തെ പരിഹസിച്ചിരുന്ന നേതാക്കൾ ഇന്ന് സമാനമായ മൗനത്തിലേക്ക് ഒളിച്ചോടുന്നത് കാലത്തിന്റെ കാവ്യനീതിയായിരിക്കാം. ഇത് കൂടാതെ ഗവൺമെന്റിലെ ഉദ്യോഗസ്ഥ തലത്തിൽ ആഭ്യന്തര മന്ത്രാലയവും IAS ഉദ്യോഗസ്ഥരും തമ്മിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇത് ഭരണ സംവിധാനത്തിന്റെ വീഴ്ചയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇനി മറ്റൊരു കാര്യം പരിശോധിച്ചാൽ NDA മുന്നണിയിലെ പ്രധാന ഘടകകക്ഷികളായ ചന്ദ്രബാബു നായിഡുവിന്റെ തെലുങ്ക് ദേശം പാർട്ടിയും നിതീഷ് കുമാറിന്റെ ജനതാദൾ യുണൈറ്റഡും വലിയ രാഷ്ട്രീയ സമ്മർദ്ദത്തിലാണ്. പ്രാദേശിക തലത്തിൽ ജനങ്ങളുടെ അമർഷം ശക്തമാവുമ്പോൾ കേന്ദ്ര സർക്കാരിനെ എത്രത്തോളം പിന്തുണയ്ക്കണമെന്ന കാര്യത്തിൽ ഇരു കക്ഷികളും പുനർചിന്തനം നടത്താൻ നിർബന്ധിതരാകും. സഖ്യകക്ഷികളുടെ പിന്തുണയില്ലാതെ കേന്ദ്രത്തിൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നതും വസ്തുതയാണ്. സ്വന്തം സംസ്ഥാനങ്ങളിൽ ഭരണം നിലനിർത്താനും ജനപ്രീതി നഷ്ടപ്പെടുത്താതിരിക്കാനും ഈ പ്രാദേശിക കക്ഷികൾക്ക് കേന്ദ്ര നിലപാടുകളിൽ നിന്ന് ചിലപ്പോൾ അകലം പാലിക്കേണ്ടി വരും. ഒരു സഖ്യ സർക്കാരിൽ ഘടകകക്ഷികൾക്ക് മേലുള്ള സമ്മർദ്ദം വർദ്ധിക്കുമ്പോൾ ഭരണസ്ഥിരത തകരാൻ സാധ്യതയേറെയാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വരാനിരിക്കുന്ന ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. രാജ്യത്തെ ഏറ്റവും വലിയ സംസ്ഥാനത്ത് ഉണ്ടാകുന്ന വിജയം അല്ലെങ്കിൽ പരാജയം കേന്ദ്ര ഭരണത്തെ നേരിട്ട് ബാധിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. UPയിൽ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ഉൾപ്പെടുന്ന ഇന്ത്യ മുന്നണിയും BJPയും തമ്മിൽ നടക്കുന്ന പോരാട്ടം വളരെ നിർണായകമാണ്. ക്ഷേത്ര ഫണ്ടിലെ അഴിമതി ആരോപണങ്ങളും കർഷക യുവജന പ്രക്ഷോഭങ്ങളും UPയിൽ ഭരണപക്ഷത്തിന് വലിയ തിരിച്ചടിയാകാൻ ഇടയുണ്ട്. ചില രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത് UP തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പ് തന്നെ കേന്ദ്ര ഭരണത്തിൽ വലിയ അസ്ഥിരതകൾ രൂപപ്പെട്ടേക്കാമെന്നാണ്. ഇനി UPയിൽ ഭരണകക്ഷിക്ക് തിരിച്ചടി നേരിട്ടാൽ അത് മോദി ഷാ കൂട്ടുകെട്ടിന്റെ രാഷ്ട്രീയ അവസാനത്തിന്റെ തുടക്കമായി മാറും. ചുരുക്കത്തിൽ ജനകീയ വിഷയങ്ങളിലെ മൗനവും സഖ്യകക്ഷികളുടെ സമ്മർദ്ദവും ഉദ്യോഗസ്ഥ തലത്തിലെ അതൃപ്തിയും ചേർന്ന് കേന്ദ്ര സർക്കാരിനെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്.